ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റിച്ചസൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം ഞാൻ ബേസിക്കായിട്ടുള്ള 1-2 സ്റ്റിച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 1-2 സ്റ്റിച്ചുകളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഞാനിവിടെ ഇപ്പോൾ ഡിസൈൻ വരച്ചിട്ടുണ്ട്. ഡിസൈൻ എന്ന് പറയാനൊന്നുമില്ല, ഞാനൊരു റൗണ്ടാണ് എടുത്തേക്കണത്. ആ റൗണ്ട് നമ്മൾ ഒരു കോയിൻ വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടിലെ ക്യാപ്പ് വെച്ചൊക്കെ നമുക്ക് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് ഞാൻ ഓരോ ലൈൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഇതിനകത്തൊരു 12 ലൈൻസാണ് കൊടുത്തേക്കണേ. അത് റൗണ്ട് അനുസരിച്ച് നമ്മൾ 12, 16 അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 8 അങ്ങനെ കൊടുക്കാം. നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എവിടെ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ഇത് ഈ ഓരോ ലൈൻസും നമ്മൾ ചുമ്മാ ഓരോ സ്റ്റിച്ച് അങ്ങ് എടുത്ത് പോകുന്നേ ഉള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ നമ്മളിപ്പോൾ ഓരോ സ്റ്റിച്ചുകൾ എടുത്തെടുത്ത് അങ്ങ് പോവുകയാണ്. വളരെ എളുപ്പമാണത്. ഞാനിപ്പോൾ ഇതിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഞാൻ വേറൊരു ത്രെഡ് വേറെ കളറാണ് എടുത്തിരിക്കുന്നത്. അതും 6-7 നൂല് തന്നെയാണ്. നമ്മൾ നേരത്തെ എല്ലാം എടുത്തതും 6-7 തന്നെയാണ്. ഞാൻ പറയാൻ മറന്നു എന്ന് തോന്നുന്നു. ഇനി നമ്മളിവിടെ നിന്ന് തുടങ്ങുന്നത് ഇപ്പോൾ നടുക്കുന്ന തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ ഇപ്പോൾ ഇതിൻ്റെ നേരെയാണ് ഞാൻ തുടങ്ങിയത്. ആ ഒരു ഓരോ സ്റ്റിച്ചിൻ്റെ നേരെ എടുക്കാം. ഇതിൻ്റെ നേരെ തുടങ്ങിയിട്ട് നമ്മൾ അതിനായിട്ട് ചുറ്റിയിട്ട് അവിടെ തന്നെ കൊണ്ടുവന്ന് കുത്തുവാണ്. ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ലേസി ഡേയ്സി പോലെ തന്നെ ഇരിക്കും ഈ വർക്കും. പക്ഷേ ലേസി ഡേയ്സിനേക്കാളും എല്ലാം എളുപ്പം തന്നെയാണ്. ഇപ്പോൾ ഇത് നമുക്ക് എളുപ്പമല്ലേ. ഇതിപ്പോൾ നമുക്ക് 2 കളറിട്ട് നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് സൈഡിൽ കൂടെ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ചുറ്റി എടുക്കുന്ന നമുക്ക് ഏത് സൈഡിൽ കൂടെ ആണെങ്കിലും നമുക്ക് കൈക്ക് എളുപ്പമുള്ള സൈഡിൽ കൂടെ അങ്ങ് എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ചുറ്റി നമ്മളെല്ലാത്തിൽ കൂടെയും ചുറ്റിയും എടുക്കും. ഇത് എളുപ്പമല്ലേ ചെയ്യാനായിട്ട്, കണ്ടോ. നല്ല എളുപ്പമുള്ളൊരു സ്റ്റിച്ചാണത്. ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യെല്ലോ ത്രെഡ് തന്നെ എടുത്തിട്ടുണ്ട്. യെല്ലോ ത്രെഡ് ഞാനിത് 3 അഴ എടുത്തിട്ടുള്ളൂ. 3 അഴ എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പെറ്റലിൻ്റെയും നടുക്കുന്ന് അതിൻ്റെ മിഡിലായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ അറ്റത്തേക്ക് കുത്തണം. അതിൻ്റെ ഉള്ളിൽ തന്നെ ഓരോന്നിൻ്റെ മിഡിലിൽ തുടങ്ങിയിട്ട് ആ നടുക്കോട്ട് നമ്മൾ കുത്തിയെടുക്കണം. അടുത്ത പെറ്റലിൻ്റെ ഇങ്ങനെ ഓരോ പെറ്റലും നമ്മൾ കുത്തി ഓരോ സ്റ്റിച്ചും കൂടെ കൊടുക്കണം. ഇങ്ങനെ എല്ലാ പെറ്റലിലും കൊടുക്കുക.
ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ആ യെല്ലോ ത്രെഡ് തന്നെയാണ് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് മിഡിലെടുക്കുക. എന്നിട്ട് ഞാനൊരു ബീഡ്സാണ് അവിടെ ഒരു ബീഡ് വെച്ച് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾക്ക് ആ റൗണ്ടിന് സ്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു സൈസ് എടുത്താൽ മതി. ഇപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഒരെണ്ണേ വയ്ക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ ഈ നൂലാണെങ്കിലും ഇപ്പം 3 നൂലാണ് നമ്മൾ നേരത്തെ എടുത്തത്. അപ്പം അത് തന്നെയാണ് ഞാൻ എടുത്തേക്കണേ. ശരിക്കും ബീഡ്സ് പിടിപ്പിക്കാൻ നേരത്തെ നമുക്ക് 1 നൂലാണ് നല്ലത്, ഒട്ടും കാണാണ്ടിരിക്കും. അപ്പം ഞാൻ അത് തന്നെ സെയിം എടുത്തതേ ഉള്ളൂ. ഇതിനെ അങ്ങോട്ട് നമ്മൾ താഴോട്ട് എടുത്തിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അതിനെ ഒന്ന് കുത്തിയെടുക്കണം. താഴേക്ക് എടുത്തിട്ട് പ്രാവശ്യം കൂടെ കുത്തിയെടുത്താൽ നല്ലതാണ്, കാരണം കുറച്ചും കൂടി നമ്മൾക്ക് അതിനെ ഉറപ്പിച്ച് വെക്കാൻ പറ്റും. ഒരു പ്രാവശ്യം കൂടി എടുത്തിട്ട് നമ്മൾ ആ സെയിം ബീഡ്സിൻ്റെ ഹോളിൽ കൂടെ തന്നെ എടുത്ത് ഇങ്ങോട്ട് ചേർത്ത് നല്ലോണം ബീഡിനോട് ചേർത്ത് വേണം കേട്ടോ നൂലെടുക്കാനായിട്ട്. അപ്പോൾ അത് മാക്സിമം കാണാണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ ബാക്കിൽ അതിനെ കെട്ടിട്ടെടുക്കും. ഞാനിപ്പോൾ ഇത് ഈ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ആ റൗണ്ട് തന്നെ കുറച്ചധികം റൗണ്ടും കൊടുത്ത് നടുക്ക് കുറച്ച് ബീഡ്സും പിടിപ്പിച്ചിട്ടേ ഉള്ളൂ. വളരെ എളുപ്പമല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമുക്കിത് ഷോളിലൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചുരിദാറിൽ, സാരിയിലും ചെയ്യാം. അപ്പോൾ ഇത് ഇനി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അടുത്ത ആഴ്ച നമുക്ക് പുതിയൊരു സ്റ്റിച്ചുമായിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.